നമസ്കാരം. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരത്തിൽ ഇന്ന് മലയാളത്തിൻ്റെ ജനകീയനായ സംവിധായകൻ വിനയൻ സാർ അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തിന് സംഭാവന ചെയ്ത ആലപ്പുഴക്കാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട ആറുമുഖനോടൊരൊറ്റ ചോദ്യം. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സംവിധായകനാണ് പ്രിയപ്പെട്ട വിനയൻ സാർ. ഇന്ന് ഈ സാങ്കേതിക വിദ്യകളൊക്കെ വികസിച്ച കാലത്ത് പുതിയ ടെക്നോളജിയിലൊക്കെ സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലായിരുന്ന സമയത്താണ് അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന അത്ഭുത ചിത്രം വിനയൻ സാറ് മലയാളികൾക്ക് സമ്മാനിച്ചത്. അതിലേറ്റവും മികച്ച ഏറ്റവും എന്താ പറയുക ശ്രദ്ധേയമായൊരു കഥാപാത്രമാണ് വിനയൻ സാറ് ആറുമുഖന് നൽകിയത്. അപ്പോൾ അത്ഭുത ദ്വീപിന് ശേഷം പലരുടെയും ജീവിതം മാറി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആറുമുഖൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുത ദ്വീപിന് ശേഷം എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അത്ഭുത ദ്വീപിന് വിനയൻ സാറ് പത്രസമ്മേളനത്തിൽ കൂടെയാണ് ഇങ്ങനെ പൊക്കം കുറഞ്ഞവരെ വേണമെന്നും പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തൊട്ട് പറയുകയാണെങ്കിൽ അതിന് മുമ്പേ വിനയൻ സാറിനെ വിളിച്ച് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അനൗൺസ് ചെയ്യും, അപ്പം വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത്ഭുത ദ്വീപിൻ്റെ സെറ്റിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ തൊട്ട് എനിക്ക് അത്ഭുതമാണ് മൊത്തം. കാരണം എന്നെപ്പോൾ ഞാൻ എൻ്റെ ജില്ലയിൽ കൂടി വന്ന ഒരാളെ രണ്ടാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ ചെന്നപ്പം 100-300 പേര് നോക്കത്താ ദൂരത്തിങ്ങനെ നിരന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ അടുത്ത് കാണാനും അവരോടൊത്ത് സഹകരിക്കാനും അവരുടെ തോളിൽ കൈയിട്ട് നിൽക്കാനും, കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ തോളിൽ കൈയിടാൻ പറ്റത്തില്ല, അവരെല്ലാം ഭയങ്കര പൊക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അത്ഭുതം. അപ്പോൾ എന്നെക്കാൾ കഴിവുള്ള കലാകാരന്മാരെ കാണാൻ, കഴിവുള്ളവരെയും കാണാൻ ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ കുറേ അത്ഭുതങ്ങൾ അവിടെ വെച്ച് സംഭവിച്ചു. കാരണം പലരും ചോദിച്ചു, ഞങ്ങൾ ഇത്രയും പേരെ കണ്ടിട്ട് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു, അവിടെ വന്നവർ ചോദിച്ചിട്ടുണ്ട്, അയ്യോ ഇവിടെ നിറച്ചും പൊക്കം കുറഞ്ഞവർ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇറങ്ങിയ ജില്ല മാറിപ്പോയെന്ന് പറഞ്ഞ് തിരിച്ച് വണ്ടി കയറിയവർ വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് സിൽവർ സ്റ്റാർ ടോമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അത്ഭുതങ്ങൾ. അപ്പോൾ എനിക്ക് വിനയൻ സാറ് ഓരോരുത്തരും ഇൻ്റർവ്യൂ ചെയ്താണ് എടുത്തത്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നിടത്ത് വെറൈറ്റി മുഖമുള്ളവരെ പേഴ്സണാലിറ്റിയൊക്കെ നോക്കിയാണ് എടുത്തത്. എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ അദ്ദേഹം സെലക്ട് ചെയ്തു. എനിക്ക് ജഗരാജകുമാരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്നു. അതിൽ ആ പടം ഇറങ്ങി നല്ല ഒരു അഭിപ്രായം കിട്ടുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഷൂട്ട് തീരാറായപ്പോൾ എന്നോട് ചോദിച്ചു മുടി ഒന്ന് മുറിക്കാൻ പറ്റുമോ, കാരണം ജഗരാജകുമാരൻ ഉള്ളതുകൊണ്ട് മുടി വളർത്തിയിട്ടായിരുന്നു. അപ്പോൾ മുടി മുറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ തല വരെ മുറിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വിനയൻ സാറിന് എനിക്ക് സിനിമയോട് അത്ര ഇഷ്ടമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു എന്നാൽ നീ തലയൊന്നും മുറിക്കണ്ട, മുടിയൊന്ന് ഷേവ് ചെയ്ത് മുട്ടയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ മുട്ടയാക്കിയിട്ട് ഒരിടത്തൊരിടത്തുനിന്നുള്ള പാട്ട് സീനിൽ ആ പാട്ടിലെ സെൻട്രൽ ക്യാരക്ടറാണ് ഞാൻ. ആ പാട്ട് സീനിൽ പാട്ട് പാടിയിരിക്കുന്ന ശ്രമിച്ചാനറിയാം. ഒരു 3 നാട്ടു കുമാരിമാരും തടിയന്മാരെ ഇടിക്കുന്നതൊക്കെ ഒരു നല്ലൊരു സീനാണ് എനിക്കത്. അങ്ങനെ ഒരു ഡബിൾ റോൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. പക്ഷേ പൊതുവായിട്ട് എടുക്കുകയാണെങ്കിൽ സിനിമ പൊക്കം കുറഞ്ഞവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചൊരു ചിത്രമായിരുന്നു. പൊക്കം കുറഞ്ഞ എല്ലാവരും അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ജോക്കേഴ്സ് കോമാളി എന്നുള്ള ഒരു ലെവലിൽ നിന്നും അവരെ സിനിമാ താരം എന്നുള്ള ഹൈ ലെവൽ ഒരു ഇതിലേക്ക് കൊണ്ടെത്തിച്ചൊരു ചിത്രം കൂടിയായിരുന്നു അത്. അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ മിക്കവരുടെയും കല്യാണം നടന്നു. ഞങ്ങളെപ്പോൾ പൊക്കം കുറഞ്ഞവരെ കല്യാണം കഴിക്കാൻ പലർക്കും ഒരു വിമുഖത ഉള്ളതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പക്ഷേ അത്ഭുത ദ്വീപിന് ശേഷം നിറയെ പേരുടെ കല്യാണം അവസരങ്ങളിൽ തന്നെ നടന്നതായി കാണാൻ പറ്റി. അപ്പം അങ്ങനെ കുറേ അത്ഭുത ദ്വീപിനെ കുറിച്ച് പറഞ്ഞാൽ തീരെയില്ല. അപ്പം വിനയൻ സാർ ഒരു പരീക്ഷണ ചിത്രമായി എടുത്തതാണെങ്കിലും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഈ ഒരു വലിയ കാര്യത്തെ എത്രയെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാണ് എനിക്ക് പറയാറ്. അപ്പോൾ ആറുമുഖനെ പോലുള്ള നിരവധി പേരുടെ ജീവിതം മാറ്റിമറിച്ച വിനയൻ സാറിന് ഒരു ബിഗ് സല്യൂട്ട്. ഇപ്പോൾ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മുടെ വിനയൻ സാർ കണ്ടെത്തിയ ആറുമുഖൻ ആണ് ഇന്നെത്തിയത്. തീർച്ചയായിട്ടും ആറുമുഖൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് അത്ഭുത ദ്വീപിന് ശേഷം അത്ഭുതങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയും നിരവധി കഥാപാത്രങ്ങളിലൂടെ സിനിമ മാത്രമല്ല ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ ആറുമുഖന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. ഈ സപ്പോർട്ടിന് ഒരുപാട്